കഴിഞ്ഞ ദിവസം CNBC TV റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. നമ്മുടെ ജ്യോതി CNC ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ 6% നോൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഷെയർസ് അഥവാ ഏകദേശം 1500 കോടി രൂപ വില വരുന്ന ഷെയർസ് ബ്ലോക്ക് ഡീലിലൂടെ ട്രേഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ആ കമ്പനിയുടെ മെറിറ്റിലോട്ടല്ല പോകുന്നത്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ബ്ലോക്ക് ഡീൽ എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. എന്താണ് ബ്ലോക്ക് ഡീല്? നോൺ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് സാധാരണയായിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് വിൽക്കുന്ന രീതിയാണ് ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത്. ഏകദേശം ഈ ഡീലിലൂടെ അവർ ഒന്നുകിൽ 5 ലക്ഷം ഷെയർസ് അതല്ലെങ്കിൽ 5 കോടി രൂപ വില വരെ വരുന്ന ഷെയർസ് ആണ് ബ്ലോക്ക് ഡീലിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജ്യോതി CNCയുടെ കേസിൽ ഇവർ ബ്ലോക്ക് ഡീലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1500 കോടി രൂപയുടെ ഷെയർസാണ്. 5 ലക്ഷം ഷെയർസോ അതല്ലെങ്കിൽ 5 കോടി രൂപ വരെ വില വരുന്ന ഷെയർസ് ആണ് ഈ ബ്ലോക്ക് ഡീലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ എല്ലാവരും ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിലൂടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ. പക്ഷെ ഇത്തരം ഡീലുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല നടക്കുക. അതിന്റെ റീസൺ എന്താ? ഇത്രയും വലിയൊരു ഡീല് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നടന്നു കഴിഞ്ഞാൽ അത് ആ ഷെയർ പ്രൈസിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് ഒരു എഗ്രിമെന്റിൽ ഉണ്ടാക്കി ആ എഗ്രിമെന്റിലൂടെ ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ബ്ലോക്ക് ഡീൽ എന്നറിയപ്പെടുന്നത്. ഇത് നോർമൽ മാർക്കറ്റിംഗ് അവേഴ്സിൽ ചില ഘട്ടങ്ങളിൽ നടക്കാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ മാർക്കറ്റിംഗ് അവേഴ്സിലല്ല നടക്കാറുള്ളത്. ഇതിൽ പ്രൊമോട്ടേഴ്സ് അല്ല ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ കമ്പനികളോ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് പറയാനുള്ള റീസണ് നമുക്കൊരു സബ്ജക്റ്റ്, ഒരു നോളജ് ആയിട്ട് ഇത് എടുക്കാം. ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഷെയർസ് ഒരു കമ്പനിൻ്റെത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് ട്രാൻസാക്ഷൻ നടക്കുന്നതിനെയാണ് ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.